സൗദിയിൽ ഏകീകൃത വസ്ത്രധാരണ രീതി പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോവാണ്. ഈ പുതിയ നിയമം സൗദിയിൽ ജോലി ചെയ്യുന്ന മലയാളികളടക്കമുള്ള പ്രവാസികളെ ബാധിക്കുന്നതാണ്. അതായത് ഓഫീസുകളിൽ എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചിട്ടുള്ള പുതിയ നിയമങ്ങളാണ് സൗദി സർക്കാർ പുറത്തിറക്കാൻ പോണത്. ഇത് പ്രകാരം ഓഫീസിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാർക്ക് നിർബന്ധമായിട്ടും ഈ ഒരു ഫോർമൽ ബിസിനസ് സ്യൂട്ട് ധരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ടീഷർട്ടും ജീൻസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ള കാഷ്വൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓഫീസിൽ പോണ കാര്യം നടക്കില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഓഫീസ് ടൈമിൽ മാത്രമല്ല, അത് കൂടാതെ ഒഫീഷ്യലായിട്ടുള്ള മറ്റ് പ്രോഗ്രാംസിലെല്ലാം തന്നെ ഈ ഒരു ഫോർമൽ ബിസിനസ് സ്യൂട്ട് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ സൗദി പൗരന്മാർക്ക് അവരുടെ ദേശീയ വേഷം ധരിക്കാം, അതിന് പ്രോബ്ലം ഒന്നുമില്ല. ഇനിയിപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ ശരീരം മുഴുവൻ മറയ്ക്കുന്നതും ഒട്ടും നേരിയതല്ലാത്തതുമായിട്ടുള്ള ഇറുകിയതല്ലാത്തതുമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഓഫീസുകളിൽ ഇപ്പോൾ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചും കൂടിയുള്ള ചില നിയമങ്ങൾ കൂടെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയ ചിഹ്നങ്ങൾ, മതപരമായ തർക്കങ്ങൾ ഉണ്ടാക്കുന്ന ചിഹ്നങ്ങൾ, മോശമായിട്ടുള്ള അടയാളങ്ങളും അതേപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെയുള്ള ഡ്രസ്സുകൾ, അതേപോലെ ആഭരണങ്ങൾ, ഇതൊന്നും ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. 2025 ഡിസംബർ 25 വരെ പൊതുജന അഭിപ്രായത്തിനായിട്ട് തുറന്നിരിക്കുന്ന ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നാൽ മലയാളികളടക്കമുള്ള സൗദിയിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രവാസികളെയും ഇത് ബാധിക്കും.